ഇന്നും കാത്തിരിപ്പ് യോഗങ്ങൾ പലപ്പോഴും നടക്കുന്നുണ്ട്. ഇവര് ഏകദേശം 10 ദിവസത്തോളം കാത്തിരുന്നപ്പോൾ ഇവരോ ഏതോ കാര്യം മാനുഫാക്ചർ ചെയ്യാൻ ശ്രമിച്ചില്ല. ഇവിടെയാണ് നമുക്ക് അബദ്ധം പറ്റുന്നത്. അവർക്കറിയത്തില്ല ആത്മാവ് വരുമ്പോൾ എങ്ങനെയാണ് തമ്പറടിക്കണോ, ചിഞ്ചിലെടുത്ത് ആഞ്ഞു കൊട്ടണമോ. ദേ ജസ്റ്റ് ഡോണ്ട് നോ. അതോ എല്ലാവരുടെ മേലും കരം വെച്ച് എല്ലാവരെയും ഉത്സാഹിപ്പിക്കണോ. ദേ ഡോണ്ട് നോ. അവരോട് പറഞ്ഞിരിക്കുന്നത് കാത്തിരിക്കുക. മാനിഫെസ്റ്റേഷൻസ് ഉണ്ടാക്കാനുള്ള തത്രപ്പാട് പലരും പലയിടത്തും ഞാൻ കാണുന്നു. ആത്മാവ് വരുമ്പോൾ മാനിഫെസ്റ്റേഷൻസ് സംഭവിക്കും. പക്ഷെ മാനിഫെസ്റ്റേഷൻ തന്നേച്ച് പോകാനല്ല ആത്മാവ് വന്നത്. ആത്മാവ് കാത്തിരിക്കുന്നവരുടെ മേൽ വരുന്നത് സാക്ഷിയാകാനുള്ള ശക്തി തരാൻ വേണ്ടിയാണ്. ഞാൻ പല വീഡിയോകൾ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, അമേരിക്കയിലും യൂറോപ്പിലും നടക്കുന്ന ചില യോഗങ്ങൾ ചിലർക്ക് ഭയങ്കര ഇംപ്രസീവായി. അവിടെ നടക്കുന്ന ചില കാഴ്ചകൾ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന എന്ന് അവർ വിചാരിക്കുന്ന കാഴ്ചകൾ അവരുടെ യോഗങ്ങളിൽ നടത്താനുള്ള ഒരു തത്രപ്പാട് കാണുന്നു. അതിലെനിക്ക് വളരെ വിചിത്രമായിട്ട് തോന്നി. ആത്മാവിനെ പ്രാപിക്കാൻ എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ 4 എണ്ണുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. 1, 2, 3, 4. Take it, receive it. So the Holy Spirit is going to obey you. ഇതെന്താണ് ഇത്? റണ്ണിങ് റേസോ? അതെങ്ങനെയാണ് കിട്ടിയത്? അതൊരു സായിപ്പ് ചെയ്തതാണ്. ഇതല്ല നമ്മൾ ഇവിടെ കാണുന്നത്. ഇതിൽ എന്താണ് സംഭവിക്കുന്നത്? വി ആർ കോംപ്രമൈസിങ്. അവർ ഉത്സാഹികളാണ്, അവരാഗ്രഹിക്കുന്നു. അത്രയും കാര്യം നല്ലതാണ്. എനിക്ക് ആത്മാവിനെ വേണം, അതിനു വേണ്ടി ഞാൻ വാഞ്ചിക്കുന്നു. ഇറ്റ്സ് ഗുഡ്. പക്ഷെ ഇതിന് യാതൊരു നിലയിലും ഒരു കൃത്രിമമായ കാര്യം നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. വാക്ക് പറഞ്ഞവൻ ഉയർത്തെഴുന്നേറ്റ കർത്താവാണ്. സ്വർഗാരോഹണം ചെയ്ത് അവിടെ നിന്നും ജീവിക്കുന്നു. ആ കർത്താവ് വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. നമുക്ക് കൃത്രിമം വേണ്ട. എന്തിനാണ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നത്? കൃത്രിമത്തിലാണെങ്കിൽ സാക്ഷിയാകാൻ നമുക്ക് പവർ കിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ആളുകൾ ആഞ്ഞ് കൈയടിച്ചെന്ന് വരാം, ആളുകൾ കരഞ്ഞെന്ന് വരാം, പലയിടങ്ങളിൽ ആളുകൾ വീഴുന്നു. എനിക്കിതിനൊന്നും എതിർപ്പുള്ള ആളല്ല. I believe in all the manifestations, real manifestations, not duplicate. പക്ഷെ ആത്മാവ് വന്നത് അതിനല്ല. ആത്മാവ് വരുമ്പോൾ ഉച്ചത്തിൽ സംസാരിച്ച് ഉച്ചത്തിൽ പാട്ടുപാടി. ആത്മാവ് വന്നത് ആ ഉച്ചത്തിൽ ഒന്ന് പാടിക്കാൻ വേണ്ടി മാത്രമല്ല, to do a job. അതെന്താണ്? യേശുവിന്റെ സാക്ഷിയാകാൻ. അതാകുന്നുണ്ടോ? ഉണ്ടെങ്കിൽ യു ഹാവ് ദ പവർ. എതിർപ്പുകളുടെ നടുവിൽ യേശു മാത്രം കർത്താവ്, മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒറ്റ നാമമേ ഉള്ളൂ. ദാറ്റ് ഈസ് ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എതിരാളികൾ പിടിക്കാൻ വരുമ്പോൾ, കള്ളക്കേസ് ഉണ്ടാക്കി പിടിക്കാൻ വരുമ്പോൾ, കുരുക്കാൻ വരുമ്പോൾ, to speak out that needs power. അതിന്റെ കൂടെയാണ് മിറക്കിൾസ് നടക്കുന്നത്. അല്ലാതെ മിറക്കിൾസ് അതിൽ തന്നെ വിടുതലല്ല. ദൈവപ്രവൃത്തി നടക്കുമ്പോൾ, മിറക്കിൾസ് നടക്കുമ്പോൾ, വിറ്റ്നസ്സായി യേശുവിനെ കുറിച്ച് പറയുന്നത് സ്വീകരിക്കാൻ വിശ്വാസികളല്ലാത്ത അവിശ്വാസികളുടെ ഹൃദയം തുറക്കപ്പെടും. 12ാം വാക്യത്തിൽ അവർ അനുസരണത്തിൽ കടന്നു വരിക. ഞാൻ ഇവിടെയുള്ള ദൈവസഭയിലെ ആളുകളോട് പറയാം, ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, ഒരു നിലയിലും ഒരു ഡ്യൂപ്ലിക്കേറ്റ് കാര്യത്തിന് പോകരുത്. അതിന്റെ ആവശ്യം നമുക്കില്ല.
കാരണം നമ്മൾ സത്യവചനം വിശ്വസിക്കുന്നു. റിയൽ മാനിഫെസ്റ്റേഷൻ വരട്ടെ, നമ്മൾ രണ്ടു കൈ കൊണ്ട് സ്വീകരിക്കണം. നിങ്ങൾക്ക് കൈയടിക്കാൻ ആത്മാവിൽ പ്രേരണുണ്ടോ? പ്ലീസ് അങ്ങനെ ചെയ്യുക. ആരും നിങ്ങളെ ഇവിടെ വിലക്കത്തില്ല. അത്യുച്ചത്തിൽ കരയാൻ നിങ്ങൾക്ക് ആത്മപ്രേരിതമായിട്ടുണ്ടോ? ഫൈൻ. പക്ഷെ എവിടെയോ കണ്ടതും അങ്ങനെ ചെയ്താൽ ഏതോ കിട്ടുമെന്നും അതാണ് സംഭവമെന്നും തെറ്റിദ്ധരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. അല്ലാതെ കർത്താവ് നമുക്ക് കുറച്ച് സുഖം തരാനായിട്ടല്ല ആത്മശക്തി തരുന്നത്. ഇറ്റ് ഈസ് ടു ഡു ആൻ ഇംപോസിബിൾ ജോബ്, എ സൂപ്പർ നാച്ചുറൽ ടാസ്ക്.